1992 ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് കാഠ്മണ്ഡുവിലെ ഒരു വീട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരുന്നു. അന്നു മുതലേ ഒരു ആഗ്രഹമാണ്, എന്നെങ്കിലും കാഠ്മണ്ഡുവിലെത്തുകയാണെങ്കിൽ ആ വീട്ടിൽ പോകണമെന്ന്. ഏത് വീടാണെന്നല്ലേ? മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആമുഖങ്ങൾ ആവശ്യമില്ലാത്തൊരു വീടാണിത്. യോദ്ധ സിനിമയിലെ കുട്ടിമാമയുടെ വീട്. ആ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. യോദ്ധ സിനിമ റിലീസായിട്ട് 33 വർഷമാകുന്നു. പക്ഷേ യോദ്ധയിലെ രംഗങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും നിത്യഹരിതമായാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് കാഠ്മണ്ഡുവിലെത്തുന്ന മലയാളികളിൽ പലരും കുട്ടിമാമയുടെ വീട് അന്വേഷിച്ചെത്തുന്നത്. കുട്ടിമാമയുടെ ആ വീട് കാഠ്മണ്ഡുവിലെ ഇപ്പോഴത്തെ പ്രശസ്തമായൊരു ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കാഠ്മണ്ഡുവിലെത്തിയപ്പോൾ താമസിക്കാൻ കുട്ടിമാമയുടെ ആ പഴയ വീട്ടിൽ ഞങ്ങൾക്ക് സൗകര്യമുണ്ടായി എന്നതാണ്. ഈ വാതിൽ മലയാളികൾക്ക് ചിരപരിചിതമാണ്. കാരണം മോഹൻലാലിൻ്റെ കഥാപാത്രമായ അശോകൻ കാഠ്മണ്ഡുവിലെത്തി ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ഈ ബെല്ലിലായിരുന്നു അമർത്തുന്നത്. യോദ്ധയുടെ ചിത്രീകരണ സമയത്ത് ഇതൊരു ഹോട്ടലായിരുന്നു. അസ്റ്റോറിയ എന്നായിരുന്നു അക്കാലത്ത് ഹോട്ടലിൻ്റെ പേര്. പിന്നീട് അത് ഇമ്പീരിയൽ ഓൾഡ് സ്കൂളായി. കുട്ടിമാമയുടെ പഴയ വീട് ഇപ്പോൾ സമ്പാഡ ഗാർഡൻ ഹോട്ടലാണ്. പക്ഷേ കുട്ടിമാമയുടെ പഴയ ആ വീടിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. യോദ്ധ സിനിമയിലെ ഈ പിരിയൻ ഗോവനെ മലയാളികൾ ആരും മറക്കില്ല. കുട്ടിമാമ അശോക എന്ന് വിളിക്കുമ്പോൾ ജഗതി അഭിനയിച്ച അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രം ഇറങ്ങി വന്നത് ഈ പിരിയൻ ഗോവണിയിലൂടെയാണ്. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് യോദ്ധ സിനിമയുടെ പല രംഗങ്ങളും ചിത്രീകരിച്ചത്. എല്ലാം കാഠ്മണ്ഡുവിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഒന്ന് ഇവിടെ ദർബാർ മാർഗ് സ്ക്വയർ ഉണ്ട്. ദർബാർ മാർഗ് സ്ക്വയറിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കുറേ രംഗങ്ങൾ, വളരെയധികം രംഗങ്ങൾ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ സ്വയംഭൂ എന്ന് പറയുന്നത് ഒരു ബുദ്ധക്ഷേത്രമാണ്, ഒരു സ്തൂപമാണ്. അതിൻ്റെ സ്റ്റെപ്സിലാണ് മോഹൻലാലിരുന്ന് അശോകൻ ഇരുന്ന് അമ്മയ്ക്ക് കത്തെഴുതുന്നതും നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഒപ്പം ഇരിക്കുന്നതും റിംബോച്ചെ ഒപ്പം ഇരിക്കുന്നതും അവിടെയാണ്. ആ സ്റ്റെപ്പിലൂടെയാണ് ജഗതി ഇറങ്ങി വരുന്നത് കൊണ്ട്. പിന്നെ അതുകൂടാണ്ട് ത്രിഭുവൻ യൂണിവേഴ്സിറ്റിയിൽ, അത് കുറച്ച് ദൂരെയാണ് ഇവിടുന്ന്, ത്രിഭുവൻ യൂണിവേഴ്സിറ്റിയിൽ കുറേ ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമായി, കാലം എത്ര കഴിഞ്ഞാലും ലാലേട്ടൻ്റെയും ജഗതിയുടെയും യോദ്ധയിലെ രംഗങ്ങൾ ഓർക്കാതെ മലയാളികൾക്ക് എന്ത് നേപ്പാൾ. കേരളത്തിൽ നിന്ന് നേപ്പാളിലെത്തുന്ന മലയാളികൾക്ക് ആർക്കെങ്കിലും കുട്ടിമാമയുടെ ആ പഴയ വീട്ടിൽ താമസിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യവുമുണ്ട്. കാരണം ആ പഴയ വീട് ഇപ്പോൾ കാഠ്മണ്ഡുവിലെ പ്രശസ്തമായ ഒരു ഹെറിറ്റേജ് ഹോട്ടലാണ്. കാഠ്മണ്ഡുവിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.